സംസ്ഥാനത്തുടനീളവും പാലക്കാടിന്റെ പടിഞ്ഞാറൻ മേഖലയിലും കനത്ത മഴ ലഭിച്ചെങ്കിൽ ചിറ്റൂരിൽ മഴ ചതിച്ചത് ഒന്നാം വിള കൃഷിപ്പണികൾ അവതാളത്തിലാക്കി. നാമമാത്രമായി ചില സ്ഥലങ്ങളിൽ ഞാറുപാകിയിട്ടുണ്ടെങ്കിലും പറിച്ചുനടാനുള്ള വെള്ളമില്ലാതെ കർഷകർ വലയുകയാണ്. മൂലത്തറയിൽ നിന്നും 40 ക്യൂസെക്സ് ജലം തേമ്പാറമടയിലേക്ക് ഇറക്കുന്നുണ്ടെങ്കിലും ഇത് തീർത്തും അപര്യാപ്തമാണ്. ദീർഘകാലമായി കർഷകർ ഒന്നാം വിള മഴയെ ആശ്രയിച്ചാണ് ചെയ്തുവരുന്നത്. നിലവിൽ നാമമാത്രമായ കർഷകർ കൊക്കർണി ജലത്തിൽ കൃഷിപ്പണികൾ നടത്തിവരുന്നുണ്ട്. കാലവർഷ സമയം ആരംഭിച്ച് ഒരാഴ്ച കഴിഞ്ഞിട്ടും താലൂക്കിൽ മഴ ലഭിക്കാത്തത് കർഷകരെ നിരാശപ്പെടുത്തുകയാണ്. കൊഴിഞ്ഞാമ്പാറ, വടകരപ്പതി പഞ്ചായത്ത് പ്രദേശങ്ങളിലെ പച്ചക്കറി കർഷകരും ജലക്ഷാമത്തിൽ അങ്കലാപ്പിലാണ്. കുഴൽക്കിണറുകളെ ആശ്രയിച്ചും കൂടുതൽ പേരും കൃഷി നടത്തിവരുന്നുണ്ട്. ഭൂഗർഭജലത്തിന്റെ തോത് കുറഞ്ഞതിനാൽ കിണറുകളിലും ആവശ്യത്തിന് വെള്ളം ലഭിക്കുന്നില്ല. എലവഞ്ചേരി, മുതലമട, കൊല്ലങ്കോട് പഞ്ചായത്ത് പ്രദേശങ്ങളിലും ജലക്ഷാമം കൃഷിക്കും കുടിവെള്ളത്തെയും ബാധിച്ചിരിക്കുകയാണ്. ചിറ്റൂർ താലൂക്കിലെ നൂറുകണക്കിന് പൊതുകുളങ്ങൾ മഴയില്ലാതെ വരണ്ട നിലയിലാണ് കാണപ്പെടുന്നത്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇത്തവണ സംസ്ഥാനത്തുടനീളം ശക്തമായ മഴയുണ്ടാകുമെന്ന് നടത്തിയ പ്രവചനം ചിറ്റൂരിൽ പാളി. 1-2 ദിവസങ്ങളിൽ നാമമാത്രമായി മഴ പെയ്തിരുന്നെങ്കിലും ഇതൊന്നും സംഭരണത്തിന് ഉതകുന്നതായിരുന്നില്ല. താലൂക്കിൽ എപ്പോൾ മഴ ലഭിക്കുമെന്ന കർഷകരുടെ ആവലാതിയും കൂടിവരികയാണ്. ചില പഞ്ചായത്ത് പ്രദേശങ്ങളിൽ ഇടയ്ക്കിടെ ആകാശം മേഘാവൃതമാവാറുണ്ടെങ്കിലും മണിക്കൂറിനകം ശക്തമായ വെയിൽ അനുഭവപ്പെടുന്നതും കർഷക പ്രതീക്ഷയെ മങ്ങലേൽപ്പിക്കുകയാണ്. കാട്ടുപന്നിശല്യം കാരണം ചില സ്ഥലങ്ങളിൽ കർഷകർ കൃഷിഭൂമി തരിശിട്ട് വരികയാണ്. ഇത്തവണ ജലക്ഷാമത്തിലും കൃഷിയിറക്കാനാവാതെ തരിശിടേണ്ടതായി വരുമോയെന്ന ആശങ്കയും കർഷകരിലുണ്ട്. UTV ന്യൂസ്, പാലക്കാട്.